മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഞങ്ങളാണ് മതനിരപേക്ഷതയുടെ വക്താക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ. കർണാടകയിൽ ഇപ്പൊ അടുത്ത് നടന്ന ചിക്മംഗ്ലൂരിലെ സ്ഥിതി, ബാബാ ബുദാൻ ദർഗാ വിഷയം, എന്താണ് സംസ്ഥാന കോൺഗ്രസ് സർക്കാർ എടുത്തിട്ടുള്ള സമീപനം? കോൺഗ്രസിന്റെ തനി നിറം വ്യക്തമാക്കുന്ന നിലപാടല്ലേ? മതസാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ പ്രതീകമാണ്. ഇരു മതവിശ്വാസികളും തീർത്ഥാടന കേന്ദ്രമായി കണ്ടിരുന്ന ചിക്കമംഗ്ലൂരിലെ ബാബാ ബുദാൻ ദർഗ BJP ഭരിക്കുമ്പോൾ മതവർഗീയ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചില നിലപാടുകൾ സ്വീകരിച്ചു. ദർഗയ്ക്ക് മേലുള്ള സംഘപരിവാർ സംഘടനകളുടെ അവകാശവാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കാൻ അന്നത്തെ BJP സർക്കാർ തയ്യാറായി ചില നീക്കങ്ങൾ നടത്തി. എന്നാൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സംസ്ഥാനത്ത് ഭരണം മാറി, BJP അല്ല കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ BJP സർക്കാർ എന്താണോ നിലപാടെടുത്തത് അതേ നിലപാട് തുടരുന്നു. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ലേ? ദർഗയെ മതവർഗീയവാദികളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി തീർത്ത് ഹൈന്ദവ ക്ഷേത്രമാക്കി മാറ്റണമെന്ന നിലയിൽ മുൻ BJP സർക്കാർ എടുത്ത മതവർഗീയ നിലപാട് തന്നെയാണ് ഇപ്പോ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് എന്നുള്ള വിഷയം ഉയർന്നു വരുന്നു. എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട്? അപകടകരമായ രാഷ്ട്രീയ നിലപാട് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കൈക്കൊള്ളുമ്പോൾ എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട്? തുറന്നു പറയണ്ടേ? സിദ്ധാരാമയ്യ നയിക്കുന്ന ഈ സർക്കാരിന്റെ ഈ നടപടി മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളിയല്ലേ? എന്തായാലും നിലപാട് സ്വീകരിച്ചത് സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വെള്ളവും വളവും ഒക്കെ തന്നെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനമല്ലേ കർണാടക സർക്കാർ സ്വീകരിച്ചു? എന്താ ഇതിൽ കോൺഗ്രസിന്റെ നിലപാട്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? നിരവധി സംഭവങ്ങൾ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും.